രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ പാലക്കാട്ടുകാരനായ ഡോക്ടർ അനിൽ മേനൻ ഇന്ന് യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് ദൌത്യത്തിലൂടെയാണ് അദ്ദേഹം വിണ്ണിലേക്ക് കുതിക്കുന്നത്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ മലയാളികൾക്ക് ഇത് അഭിമാന നിമിഷം. കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:17 സോയൂസ് 2.1A റോക്കറ്റ് കുതിച്ചു വരുമ്പോൾ അത് ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഡോക്ടർ അനിൽ മേനോന്റെ യാത്രയാകും. റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായുള്ള പേടകത്തിൽ റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോത്താർ ഡുബ്രോവ്, അന്ന കികിന എന്നിവരും അനിലിനൊപ്പമുണ്ട്. ഏകദേശം 8 മാസക്കാലമാണ് ഈ സംഘം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുക. അമേരിക്കയിൽ ജനിച്ചു വളർന്ന അനിൽ മേനോൻ ഒരു പാതി മലയാളിയാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോന്റെ മകനായ അനിൽ ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനായും എഞ്ചിനീയറായും US സൈനിക ഉദ്യോഗസ്ഥനായും പ്രശസ്തനാണ്. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബിരുദവും സ്റ്റാൻഫർഡിൽ നിന്ന് മെഡിക്കൽ ബിരുദവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള അസാധാരണ പ്രതിഭ. മുൻപ് ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം ചേർന്ന് എവറസ്റ്റ് കൊടുമുടി കയറുന്നവർക്ക് വൈദ്യസഹായം നൽകിയ അനിൽ റോട്ടറി സ്കോളറായി ഇന്ത്യയിലെത്തി പോളിയോ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. ലഹരി പിടിപ്പിക്കുന്ന ബഹിരാകാശ മോഹവുമായി 2014 അനിൽ മേനോൻ നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തിയത്. തുടർന്ന് 2018 സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനായും മെഡിക്കൽ ഡയറക്ടറായും ചുമതലയേറ്റു. സ്പേസ് എക്സ് ജീവനക്കാരിയായ അന്ന മേനോനാണ് ഭാര്യ. 2021 ഡിസംബറിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ കഠിനമായ 2 വർഷത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാണ് തന്റെ കന്നി ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങളുടെ ഗവേഷണങ്ങളാകും ബഹിരാകാശ നിലയത്തിൽ ഈ സംഘം പ്രധാനമായി നിർവഹിക്കുക. ദീർഘകാലത്തെ ബഹിരാകാശ താമസം മനുഷ്യ ശരീരത്തിൽ വളർത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ നിർണായക പരീക്ഷണങ്ങൾ നടത്തും. മൈക്രോഗ്രാവിറ്റിയിൽ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന എന്നിവയാണ് പഠന വിഷയങ്ങൾ. ഇതുകൂടാതെ ബഹിരാകാശ നിലയത്തിൽ കുടിവെള്ളത്തിൽ നിന്നും IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള അൾട്രാസൗണ്ട് പരിശോധനകളും അദ്ദേഹം നടത്തും. ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ ഭൂമിയിൽ നിന്നുള്ള മെഡിക്കൽ സഹായം കുറയ്ക്കാൻ ഈ പരീക്ഷണങ്ങൾ വഴിയൊരുക്കും. സയൻസ് ഡെസ്ക്, ദൂരദർശൻ.